കുഞ്ഞ് യാതുമോനെ പേടിച്ച് കുളിപ്പിക്കുന്ന സീനാണ് കാണുക കേട്ടോ. അമ്മൂമ്മയും മുത്തശ്ശനും കൂടെ സൂക്ഷിച്ച് പേടിച്ചിട്ടാണ് ആദ്യ കാലങ്ങളിലൊക്കെ യാതുമോനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് വേണ്ടിയുള്ള വിഭവത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ കറി എന്താണെന്നുള്ളതല്ലേ, കുറുക്കുകാളൻ. അമ്മയുടെ കുറുക്കുകാളൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അമ്മ ഇതുപോലെ ആദ്യം ചേന വേവിച്ചെടുക്കും, പിന്നെ അതിലേക്ക് കായ ഇടും. കായ ഇട്ടുന്ന ആ ഒരു നേരത്താണ് അമ്മ ഉപ്പ് ചേർക്കാറുള്ളത്. പിന്നെ ഇതുപോലെ നാളികേരം ജീരകം കൂട്ടി നല്ല പുളിയുള്ള തൈരും കൂട്ടിയിട്ടാണ് അമ്മ അരച്ചെടുക്കുക കേട്ടോ. നല്ല കട്ടയായിട്ട് അരച്ചെടുക്കണം കേട്ടോ. കുറുക്ക് കാളനാകുമ്പോൾ കട്ടയ്ക്ക് വേണമല്ലോ ഒഴിക്കാനായിട്ട്. ഈ കുറുക്ക് കാളനിലുണ്ടല്ലോ അമ്മ ഇപ്പം ചേർത്ത ഈ ഒരു ഐറ്റല്ലേ കുരുമുളക് പൊടി, അത് ഭയങ്കര ഫ്ലേവർ തരും കേട്ടോ. കുറച്ചിങ്ങനെ ആ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കയറി നിൽക്കുക. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഊണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുറുക്ക് കാളൻ കൂട്ടി കഴിക്കുമ്പോൾ പ്രത്യേക ഒരു എരിവും ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ ഡെക്കറേഷന് വേണ്ട കാര്യങ്ങൾ അപ്പോൾ ഗാർണിഷ് ചെയ്യാനായിട്ട് കടുക്, മുളക്, കറിവേപ്പില, പിന്നെ അമ്മയുടെ സീക്രട്ട് ടിപ്പ് എന്താണെന്നല്ലേ, ഉലുവയുടെ പൊടി. ഇത് ലാസ്റ്റ് അമ്മ ഇതൊന്നിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ചേർക്കുമ്പോൾ വരുന്ന മണമുണ്ടല്ലോ, വല്ലാത്ത മണം കേട്ടോ. അപ്പം തന്നെ ചോറെടുത്ത് ഉണ്ണാൻ തോന്നും. അതുപോലെയുള്ളൊരു സ്മെല്ലാണ് ഈ കുറുക്ക് കാളൻ ഉണ്ടാക്കുമ്പോൾ വരിക. സോ നമുക്കാണെങ്കിൽ ഇപ്പോൾ ഊണ് കഴിക്കേണ്ട നേരമായിട്ടുണ്ട്. അമ്മയുടെ കുറുക്ക് കാളനാണെങ്കിൽ ഇവിടെ റെഡിയായി വന്നിട്ടും ഉണ്ട് കേട്ടോ. ഇനി കുറുക്ക് കാളൻ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഊണ് കഴിക്കാൻ പോവുകയാണേ.